നഗരത്തിൻ്റെ തിരക്കുകളിൽപ്പെട്ട് ഇവിടെ പ്രണയം പൂത്തതറിഞ്ഞില്ല. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് എല്ലാവരെയും അറിയില്ല, ആദ്യക്കൂടി അറിയുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ സുഹൃത്ത് രമേശ് സാറിനെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ചോദിച്ചത്, ഇങ്ങനൊരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. കാരണം ഞാൻ എപ്പോഴും എഴുത്തുകളിലാണെങ്കിലും നൃത്തത്തിലാണെങ്കിലും റീലിലാണെങ്കിലും എല്ലാം എൻ്റെ സബ്ജക്റ്റ് പ്രണയമാണ്. അപ്പോൾ ഇത്രയും പ്രണയമുള്ള ഒരാൾ ഇവിടെ അടുത്തുണ്ടായിട്ട് എന്തുകൊണ്ട് ഓർത്തില്ല എന്നുള്ളത് ചോദിക്കുന്നു. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഓരോ തരത്തില് ഇപ്പം 2-3 വർഷം മുൻപാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ആ സമയത്ത് ഞാൻ അതിനൊരു മാനസികമായിട്ട് പാവപ്പെട്ടിരുന്നില്ല. എൻ്റെ അമ്മയൊക്കെ മരിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കാം. അപ്പം അതെന്തോ ആവട്ടെ, നിങ്ങളെല്ലാവർക്കും ഞാൻ കണ്ടില്ല. ഞാൻ അവിടെ നിന്ന് ഊബർ വഴിയാണ് വന്നപ്പോൾ 2-3 ഊബർ വിട്ടിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്തായാലും സിനിമ നേരത്തെ തന്നെ ഒന്ന് കാണുന്നതായിരിക്കും, നല്ല അഭിപ്രായം പറയുന്നതായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ തീർച്ചയായിട്ടും നല്ല റിവ്യൂ കൊടുക്കുന്ന ആളാണ്, അതെല്ലാവർക്കും അറിയാം. സത്യസന്ധമായിട്ട് പറയുന്ന ആളാണ്, സത്യസന്ധമായിട്ട് എഴുതുന്ന ആളാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അമ്മയെ കാണാൻ പറ്റിയൊരു സന്തോഷം. കാരണം നമുക്ക് അമ്മയെ ആലോചിക്കുമ്പോൾ ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുത്തിട്ട് ആ പറമ്പിൽ പോയിരുന്നു അല്ലേ, ആ ഡയലോഗ് എല്ലാവർക്കും ഒരു. അപ്പോൾ അതൊരു നടിയുടെ വലിയൊരു അംഗീകാരമാണ്. കാരണം നമ്മൾ ആ ഡയലോഗിൽ കൂടെ, ആ ഒരു ചെയ്ത കഥാപാത്രത്തിൽ കൂടെ ഒരാളെ ഓർക്കുക എന്ന് പറഞ്ഞാൽ സൂപ്പർ. അപ്പം ടീം തന്നെ സൂപ്പറാണെന്ന് എനിക്ക് മനസ്സിലായി അമ്മയെ കണ്ടപ്പോൾ. അപ്പം എല്ലാവർക്കും ആശംസകൾ, എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ സിനിമ ഒരു വൻ വിജയമാവട്ടെ. ഇനി നമ്മൾ കാണുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു 100ാം ദിവസമൊക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കണം. എല്ലാവിധ നന്മകളും നേരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ രാജൻ കൈലാസ് കവി 2 വാക്ക് ഒന്ന് പറയണം. ഞാൻ സ്വപ്നം കാണുന്ന